ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. കുറച്ച് ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പിന്നെ എൻ്റെ നാത്തൂന് ഒരു ക്രോക്സിൻ്റെ ചെപ്പലും പിന്നെ അതുപോലെ തന്നെ ട്രോളി ബാഗിനും വാങ്ങണമായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു സിറ്റി സെൻറ്ററാണ്. അതായത് ഷാർജയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അൽ മജാസ് എന്ന് പറയും, അതിൻ്റെ അടുത്തുള്ളൊരു സിറ്റി സെൻറ്ററാണ്. പിന്നെ നേരം ഏകദേശം ഒരു 12 മണിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തിരക്ക് കാണത്തില്ല. അപ്പോൾ പെട്ടെന്ന് പോയി സാധനം വാങ്ങി ഇറങ്ങാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഓപ്പോസിറ്റ് കാണുന്ന സൈഡിൽ കുറേ ഔട്ട്ലെറ്റ്സും, അതായത് ഇതൊരു ഏരിയയിൽ നല്ല ഔട്ട്ലെറ്റ്സും അതുപോലെ തന്നെ നല്ല നല്ല ഷോപ്സും ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ എൻട്രൻസിലേക്ക് കടന്നു. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ ബാൻഡ് ബസാർ, അതായത് BBZ എന്ന് പറയുന്നൊരു ഷോപ്പിലേക്ക് കയറി. അവിടെ അത്യാവശ്യം നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സും ഷൂസ് എല്ലാം നമുക്ക് കുറച്ചും കൂടിയും ഓഫർ പ്രൈസിൽ കിട്ടും. അതായത് സ്റ്റീവ് മാഡിൻ്റെ ബാഗും കളക്ഷൻസൊക്കെ കണ്ടില്ലേ, അതുപോലെ മൈക്കൽ കോഴ്സും ഉണ്ട്. നല്ല അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. വാർത്ത കിടക്കുക ഇപ്പോൾ ഞങ്ങൾ ബ്രാൻഡ് ഫോർലെസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. അതായത് എനിക്ക് ഇവിടുന്ന് ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റിയതൊന്നും ഇവിടുന്ന് സെറ്റ് ആവാറില്ല. എന്നാലും നമ്മൾ ബാഗ് നോക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണ്. പിന്നെ നമ്മൾ ശരിക്കും ക്രോക്സ് എടുക്കാൻ വന്നെന്ന് പറഞ്ഞില്ലേ, ലാസ്റ്റ് ഇവിടെ എത്തിയേക്കാണ്. ഇവിടെ നല്ല ന്യൂ കളക്ഷനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല അടിപൊളി തിളങ്ങുന്നതൊക്കെ. പിന്നെ ഇത് കണ്ടോ, ക്രോക്സിൻ്റെ ഹീൽ വരുന്നത്. ഞാൻ അങ്ങനെ ഹീൽ ഫാൻ അല്ലെങ്കിലും പക്ഷേ ഈ ക്രോക്സിൻ്റെ കുറച്ച് യുണീക്കായിട്ട് എനിക്ക് തോന്നി, കുറച്ച് ഹീലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോഴും എനിക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. നമുക്ക് അത് സെപ്പറേറ്റ് ഒട്ടിക്കാൻ പറ്റുന്നതാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ വളരെ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഭംഗിയില്ല. അതായത് ആ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സാണ്, നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ്. അത് പല ടൈപ്പിലുണ്ട്. ഫുട്ബോളിൻ്റെ, അതുപോലെ കുഞ്ഞു കുഞ്ഞു പാവക്കുട്ടികളുടെ ക്യൂട്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ ഗേൾസിന് പറ്റിയത്, ബോയ്സിന് പറ്റിയത്, ക്യാരക്ടേഴ്സിൻ്റെത്, പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പും ഉണ്ട്, വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഉള്ളതെല്ലാം യൂണിസെക്സ് ആണ് കേട്ടോ. അതായത് കിഡ്സിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബോയ്സിൻ്റെ വേറെ ഗേൾസിൻ്റെ വേറെ എന്ന് അറിയാൻ പറ്റുന്ന, അല്ലാതെ മിക്കവാറും ഉള്ളതെല്ലാം യൂണിസെക്സ് ആണ്. പിന്നെ ഈ ചെരുപ്പുണ്ടോ, ഇതിൽ നിറച്ചും സീക്വൻസിൻ്റെ വെച്ചേക്കാണ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞാണെങ്കിൽ അത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ക്യാരക്ടേഴ്സിന് വേണമെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഉണ്ട്. അതുപോലെ സീക്വൻസ് ടൈപ്പ് വേണമെങ്കിൽ അതുണ്ട്. എൻ്റെ കെട്ടിയവൻ ചോദിക്കുകയാണെങ്കിൽ നബിയെ എന്ന് വിളി കേട്ടില്ലേ, അത് നീ എടുക്കുന്നു എന്ന് ചോദിച്ചതാണ്, പക്ഷേ വേണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ന്യൂ അറൈവൽസാണ്. അതും നല്ല ഭംഗിയുണ്ട്. അത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നമ്മളൊരു ഫങ്ഷൻ തീം പാർട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കാം,
ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ടൈപ്പാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ കിഡ്സിൻ്റെ, ഇതൊക്കെ ഐ തിങ്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ നല്ല ചെരുപ്പുകളാണ്. ഇതെനിക്കൊന്ന് ക്രിസ്മസിൻ്റെ വൈബിൽ വന്നത് അവർ മാറ്റിയില്ലാന്ന് തോന്നി ഈ ഒരു സെക്ഷനിലുള്ളത്. ഇതൊക്കെ നല്ലത് ബോയ്സിന് പറ്റിയതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ടില്ല, എനിക്കൊന്ന് ഇതൊക്കെ കുറച്ച് ഇപ്പം വന്നതാട്ടോ, ന്യൂ അറൈവൽ എന്തോ ആണ്. പ്രൈസ് കണ്ടോ, 230 79 ഇപ്പോൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ട്. റംസാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈദിന് പ്രമാണിച്ച് കുറച്ച് ഓഫേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ കണ്ടില്ല, ഈ സെക്ഷനിലൊക്കെ ബോയ്സിനൊക്കെ പറ്റി നല്ല ക്യൂട്ടായിട്ട്, അതായത് ചെറിയ പിള്ളേരുടെയൊക്കെ നല്ല ക്യൂട്ടായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലുള്ള ആ സീക്വൻസൊക്കെ നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഷൂ ആണ്, ഇത് എനിക്കിഷ്ടപ്പെട്ടു, അതിങ്ങനെ കാണിച്ചത്. അവൻ്റെ സെയിം മേലെ കിടക്കുന്നു. ഇതും കൊള്ളാം. Nibia? Mana? Nada, sana. ഞങ്ങളങ്ങനെ ക്രോക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞു. എനിക്ക് കാണിച്ചു തരാണ്, ദാണ്ടെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു തരാണ്. പിന്നെ ഞങ്ങൾ ദാണ്ടെ ഈ കടയിലേക്കാണ് കയറിയത്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ കൂടെ വരണമെങ്കിൽ എനിക്ക് ഇന്നത് മേടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ മോളിലും കൂടെ ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, ഏതെങ്കിലും ബ്രാൻഡിൽ പിടിച്ച് കയറ്റും. അങ്ങനെ ദാണ്ടെ ഇന്നത്തെ കൈക്കൂലിയാണ് ഇത്, ടീഷർട്ട് മേടിച്ചത്. അങ്ങനെ പുള്ളിക്കാരന് ഒരു ടീഷർട്ടൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ നേരെ കാരിഫോറിൽ പോയി അവിടെ നിന്ന് പെട്ടി വാങ്ങണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ട്രോളി ബാഗും കൂടി വേണമെന്ന്. അങ്ങനെ ഒരുപാട് കടയിലൊക്കെ കയറി പ്രൈസും പിന്നെ ക്വാളിറ്റി ഉള്ളതും പ്രൈസും കൂടി നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ പ്രൈസും ക്വാളിറ്റി ഉള്ളതൊക്കെ നമുക്ക് പറ്റുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ഒരെണ്ണം വാങ്ങി ഇവിടുന്ന് അത് ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് എനിക്കൊരു നല്ലൊരു കത്രിക വേണമായിരുന്നു. അതായത് ഈ മീനൊക്കെ കട്ട് ചെയ്യാൻ, ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ. അങ്ങനെ ഞാനൊരു പ്രസ്റ്റീജിൻ്റെ വാങ്ങി. അമ്മക്കൊണ്ടല്ലോ അവിടെ ഉണ്ട്. ഇവിടെ ഇറങ്ങാം, ഇനി സമയമില്ല. പിന്നെ എൻ്റെ മോന് ഒരു ബോഡി വാഷ് വാങ്ങണമായിരുന്നു. ഞങ്ങൾ അവന് യൂസ് ചെയ്യുന്നത് സെബാമെഡാണ്. അപ്പോൾ അതിങ്ങനെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏത് വലിയ ബോട്ടിൽ വാങ്ങണോ ചെറുത് വാങ്ങണോ എന്ന്. എന്തായാലും ഇതാണ് വാങ്ങിയത്. അവൻ്റെ കുഞ്ഞിലെ മുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഇപ്പം ഭയങ്കരമായിട്ട് ദുബായിൽ ഫേമസ് ആവുന്ന ഒരു ചോക്ലേറ്റാണ് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ പോപ്പ് നോക്കുകയാണ്. ലുലുവിൽ നോക്കിയപ്പം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഓഫറിൽ കിടക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ നോക്കുകയാണ്, അതും കൂടി വാങ്ങിച്ചാൽ.
പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ബില്ലടിക്കാനായിട്ടെത്തി. എല്ലാം ഈ പെട്ടിക്കുള്ളിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഉരുട്ടിക്കൊണ്ട് വന്നത്. പിന്നെയാണ് ട്രോളി എടുത്തത്. അങ്ങനെ ബില്ലടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് പെട്ടിയിൽ തന്നെ ആക്കി. അതാകുമ്പോൾ ഈസി. ഞങ്ങളിപ്പോൾ അതിൽ കൂടെ പോയപ്പോഴത്തേക്ക് KFC ഇങ്ങനെ വേറെ ആരെയും ഓർഡർ ചെയ്തത്. അതായത് ഇവിടെ റമദാൻ ആയതുകൊണ്ട് ഡൈനിങ് ഇല്ല. അപ്പോൾ ആൾക്കാരവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പം ഒളിഞ്ഞല്ല ഇങ്ങനെ നോക്കിയപ്പം ഇതുപോലെ ചെയ്യുന്നത് കണ്ട. അപ്പം എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ അങ്ങ് സ്റ്റോപ്പായതാണ്. ബാക്കി രണ്ടുപേരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിന്നെയാണ്. പിന്നെ ഞങ്ങളിതാ നേരെ പോകുന്നത് ഹോം ബോക്സിലേക്കാണ്. എനിക്ക് ഐ കെ കാർട്ടിലൊന്നും ഞാൻ പറയില്ല, ചില സമയത്ത് ഹോം ബോക്സിൽ കുറച്ചും കൂടി നല്ല അഫോർഡബിൾ പ്രൈസിൽ കാണും ചില ഐറ്റമൊക്കെ. ഇതൊക്കെ റമദാൻ പ്രമാണിച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നേരെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസൊക്കെ തന്നെയാണ്. 15 കണ്ട് നേരെ അങ്ങോട്ട് തുള്ളിച്ചാടി ചെന്നപ്പം നോക്കിയപ്പോഴാണ് ഫ്രം 15 എന്നാണ് എഴുതിയേക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ അമ്മിളികൾ പറ്റാറുണ്ടോ? ഈ പാത്രമൊക്കെ 15 എന്നും പറഞ്ഞ് ഞാൻ കയറി ചെന്ന് കൊടുത്തതാണ്. പിന്നെ വായിച്ച് നോക്കിയപ്പോൾ ഫ്രം 15 ആണ്. പിന്നെ ഈ മാറ്റ് കണ്ടോ, കൊള്ളാമല്ലേ? വെറും കൊള്ളാമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്കിപ്പം 2025 ശേഷം ഈ 2 കളറില്ലേ, ഈ ബ്രൗണും പിന്നെ ആ റസ്റ്റിക് ഓറഞ്ചും, ആ 2 കളേഴ്സ് വല്ലാതെ ഇഷ്ടമാണ്. പിന്നെ ഈ കണ്ടെയ്നേഴ്സ് കണ്ട് നിങ്ങൾ ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക പേരും ഐ തിങ്ക് ഹോം ബോക്സിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്. എന്നാലും ഹോം ബോക്സുകാരുടെ ആണെന്ന് തോന്നുന്നു കൂടുതലും പേര് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ്. എനിക്ക് ഇവിടെ അങ്ങനെ യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ അത്രയ്ക്ക് യൂസൊന്നും ചെയ്യാത്തതുകൊണ്ട്, അല്ലാതെ പുറത്തുനിന്ന് ആരും വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ യൂസൊന്നും ചെയ്യാറില്ല. പിന്നെ വേണ്ടാന്ന് വെച്ച് ഇതൊക്കെ വാങ്ങി എന്തിനാണ് വെറുതെ വെക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ജാർസ് കണ്ടോ, നല്ല ഭംഗിയില്ല. അതായത് ഇവിടെ ന്യൂ അറൈവലാണ്. ഐ ആം ന്യൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്കൊന്ന് ആഡിയൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ട്, എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ അവിടെ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് പേരുടെ വീഡിയോസിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇതുപോലത്തെ സെറ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് ഇതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഹോം ബോക്സ് എന്നുള്ള പേര് എന്ന് വെച്ചാൽ ഒരുപാട് വിചാരിക്കും എക്സ്പെൻസീവ് ആണെന്ന്, പക്ഷെ അല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.